ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ശക്തി എന്താണ്? അവൻ്റെ കൈകളാണ്. ഇതുപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതുപയോഗിച്ച് സ്വന്തം തലയിലെഴുത്ത് തന്നെ മാറ്റാൻ പറ്റും. അടുത്തതായി വരാൻ പോകുന്ന നമ്മുടെ ഐഡിയ ബാസ് തൻ്റെ സ്വന്തം കൈകൊണ്ട് ആളുകളുടെ ജീവിതം ലളിതമാക്കുന്നു. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം പ്രിയങ്ക ഡിസ, ലവ്ലിൻ ഡിസ ആൻഡ് അനിൽ നായർ. നമസ്കാരം ടൈറ്റൻസ്. നമസ്കാരം. ഞാൻ പ്രിയങ്ക. ഞാൻ അനിൽ. ഞാൻ ലവ്ലിൻ. ടൈറ്റൻസ്, ഇന്ന് രാവിലെ നിങ്ങൾ സെറ്റിൽ എത്തുന്നതിനായി എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? ഞാൻ ബ്രഷ് ചെയ്തു, പിന്നെ ഫ്രഷായി, ആഹാരം കഴിച്ചു, എന്നിട്ട് പിന്നെ ട്രെയിൻ പിടിച്ചിങ്ങ് വന്നു. എന്നാൽ ഈ ജോലികളെല്ലാം എനിക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൈകളില്ലാതെ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലോ? വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലൈഫിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കൈകളില്ലാതെ ചെയ്യുക എന്നതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ, ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കിയാലോ, കൈകളില്ലാത്ത ജീവിതം എങ്ങനെയിരിക്കുമെന്ന്. ഇമാജിൻ ചെയ്യല് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വെറും ഒരു ഇമാജിനേഷൻ അല്ല, പകരം ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ യാഥാർത്ഥ്യമാണ്. ഈ അവസ്ഥയെ ഞങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് തന്റെ ദൈനംദിന കാര്യങ്ങൾ കൈകളില്ലാതെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ്. അവൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഞങ്ങൾ ആലോചിച്ചത്, കൈക്ക് പകരം റോബോട്ടിക്സും AI-യും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത്. ഈ ചിന്തയാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുന്നത് വിത്ത് റോബോബയോണിക്സ്. ടൈറ്റൻസ്, റോബോട്ടിക്സിനെയും AI-യെയും ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗ്രിപ്പി, നാച്ചുറൽ ബയോണിക് ഹാൻഡ്. അത് ശരിക്കും മനുഷ്യരുടെ കൈപോലെ തന്നെ തോന്നുകയും ചെയ്യും, എല്ലാ ജോലികളും ചെയ്യാൻ കഴിയുകയും ചെയ്യും. ടൈറ്റൻസ്, നിങ്ങളിപ്പോ എന്താണ് ചിന്തിക്കുന്നത്? പ്രോസ്തറ്റിക് ഫിറ്റ് മാത്രം മതിയോ എന്നാണോ? അല്ല, നമ്മുടെ നാട്ടില് ആക്സസിബിലിറ്റിയുടെയും അവയർനെസിന്റെയും ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആളുകൾക്ക് ലഭിച്ചില്ലെങ്കിൽ ആളുകൾ എന്താണ് ചെയ്യുക? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മുഖേന ആളുകൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ കഴിയും, അവിടെ പോയി ചെക്കപ്പ്, ട്രീറ്റ്മെന്റ്, അതുപോലെ ട്രെയിനിങ്ങും നടത്താം. ഇതെല്ലാം ഒരു ഇൻഡിക്കേറ്റർ പ്രോഗ്രാം മുഖേനയും നടത്താൻ പറ്റും. ഈ ജേർണിയിലൂടെ ഞങ്ങൾ കുറെ ആൾക്കാർക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവർ തനിച്ച് തന്നെ ജോലികൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഗ്രിപ്പി അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതും ഞങ്ങളെ കൊണ്ട് കാണാൻ പറ്റി. ഈ മിഷനിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് 1 crore ഓഫ് ഫണ്ടിംഗ് ഫോർ a 6.7% ഈക്വിറ്റി. അപ്പോൾ പറയൂ ടൈറ്റൻസ്, ഞങ്ങളുടെ ഈ ശ്രമത്തെ ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിക്കുന്നതിനായി നിങ്ങൾ റോബോബയോണിക്സുമായി കൈകൾ കോർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ടൈറ്റൻസ് ആൻഡ് പ്രതീക് ഞങ്ങളുടെ പല യൂസറുകളിൽ ഒരാൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ രാജ്കുമാർ. പ്ലീസ് ഇങ്ങോട്ട് വരാൻ പറയൂ. നമ്മുടെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നന്ദി. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണോ താങ്കൾക്ക് കൈ നഷ്ടപ്പെട്ടത്? എൻ്റെ പേര് രാജ്കുമാർ സിംഗ് ബത്തേൽ. ഞാൻ ഐഷോർ കമ്പനി ഇൻഡോറിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ആക്സിഡൻറ്റ് ഇൻഡോറിലാണ് നടന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ CNC മെഷീനില്ലേ, അതിൽ എൻ്റെ കൈ കുടുങ്ങിപ്പോയി. ടെക്നിക്കൽ പ്രോബ്ലം കാരണം അതിൽ മെഷീനിൽ പ്രശ്നം വന്നു. അതിൽ എൻ്റെ കൈ ഇങ്ങനെ കുടുങ്ങിപ്പോയി. ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ കൈയില്ലാത്തവനായി. ഒരു നിമിഷം കൊണ്ട് ഈ ജീവിതത്തിൽ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഇനിയെല്ലാം ഒന്നും തന്നെ ഇല്ല എന്ന് കരുതി. പല കാര്യങ്ങൾക്കും എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു. ആഹാരം പോലും അവർക്ക് ഊട്ടിത്തരേണ്ടി വന്നു. അപ്പോഴേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. പുറത്തു പോകുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. ഇദ്ദേഹത്തെ തനിച്ച് കുറച്ചു കാലം ഞങ്ങൾ പുറത്ത് അയച്ചിട്ടില്ല. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. കൈയില്ലാത്ത കാരണം എനിക്ക് വീട്ടിലും ഒരു പണിയുമില്ലായിരുന്നു. കാരണം ഇനി അഥവാ ജോലി പറഞ്ഞാൽ പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. രാജ്കുമാർ അദ്ദേഹം ഏത് കമ്പനിയിലാണോ ജോലി ചെയ്തിരുന്നത്
അവർക്ക് അദ്ദേഹത്തിന് ഒരു കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവരെ മുംബൈയിലേക്ക് അയച്ചു വിട്ടു ഒരു പ്രോപ്പർ ചെക്കപ്പിന് വേണ്ടി. ഈ ചെക്കപ്പ് ഒരു പ്രോസ്തറ്റിക് ക്ലിനിക്കാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ചെക്കപ്പ് കഴിഞ്ഞു, ഇവാലുവേഷൻ ആൻഡ് ഡെമോവും അതിനുശേഷം കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ഇദ്ദേഹത്തിന് ഈ കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. എനിക്ക് ഈ കൈ ഫിറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ജോലിയും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഈ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അതിനാൽ ഞാനിപ്പോ ആർക്കും ഭാരമല്ലാതായി. ഇപ്പോ ഈ കൈ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജോലിയും ഫട്ടെന്ന് വേഗം പൂർത്തിയാക്കാൻ കഴിയും. ഇതിനായി ഞാൻ റോബോ ബയോണിക്സിന് താങ്ക്സ് പറയുകയാണ്. മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ്. ഇനി രാജ്കുമാർ നിങ്ങളുടെ മുമ്പിൽ ചില പ്രവൃത്തികൾ ചെയ്തു കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെ ഉപയോഗപ്പെടുന്നുവെന്ന്. അതായത് ഈ ബോട്ടിൽ അടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ കൈ അതിന് ഗ്രിപ്പ് നൽകുന്നു അല്ലേ? അതെ, അദ്ദേഹം മൈൻഡ് ഉപയോഗിച്ച് സിഗ്നൽ കൊടുക്കുന്നു, എനിക്കിപ്പോ കൈകൾ ചുരുട്ടി ആ ഓബ്ജക്റ്റിനെ കയ്യിൽ എടുക്കണമെന്നുള്ളത്. ഇനി അദ്ദേഹം ബോട്ടിലാണോ എടുക്കുന്നത് അതോ തക്കാളിയാണോ, എന്തിനാ ഇനി ഒരു മുട്ട എടുക്കുകയാണെങ്കിൽ പോലും ആ ഷേപ്പിനെ കൈ തനിയെ അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യുക. താങ്കൾക്ക് ഇനി ഇത് താഴെ വെക്കണമെങ്കിലോ? അപ്പോൾ അദ്ദേഹം വീണ്ടും സിഗ്നൽ കൊടുക്കുന്നു, എന്നിട്ട് കൈകൾ തുറക്കുന്നു. ഈ കൈ കൊണ്ട് എത്ര കിലോ വരെ പൊക്കാൻ പറ്റും? സർ, ഈ കൈ കൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം 5 കിലോ വരെ എടുക്കാൻ പറ്റും. അതിന് കൂടുതൽ എടുത്താലും കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നല്ലാതെ യൂസറിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ടൈറ്റൻസ്, നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇവരുമായിട്ട് കൈകോർക്കാൻ തയ്യാറാണോ അല്ലയോ എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ രാജ്കുമാർ സാറിന് തീർച്ചയായിട്ടും ഒരു കൈ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് സർ. താങ്കൾ ഈ ബയോണിക് ഹാൻഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും കാണിച്ചു. അതിന് ആശംസകൾ. ഈ ബയോണിക് ലിംസ് വളരെ കാലമായിട്ട് തന്നെ ഉണ്ട്. അതിലെ മുമ്പുണ്ടായിരുന്ന ടെക്നോളജിയിലും നിങ്ങളുടെ ടെക്നോളജിയിലും എന്താണ് വ്യത്യാസം? അതായത് നിങ്ങളുടേതിൽ എന്താണ് USP? ഞങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, അപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ടെക്നോളജിയും അതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പക്ഷെ അതൊരു ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റിലായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ര യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഇല്ല, ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ലേ, ഇത് എന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒരുപക്ഷെ ഞാൻ ശരിക്കും കേട്ടില്ലായിരിക്കാം. സാധാരണയായി ആളുകൾ ചെയ്യുന്നത് അത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യം, അത് കൈ നിവർത്തുകയും മടക്കുകയും ചെയ്യുന്നതൊക്കെ. നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ മെക്കാനിക്കൽ മസിലിനെ സ്വിച്ച് ആക്കുന്നത്, ഇതാണ് കൺവേർഷൻ. ഇതാണ് വ്യത്യാസം. ഇതാണ് എനിക്ക് മനസ്സിലായത്. അതെ അതെ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്തുകൊണ്ടിരുന്നു, പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഈ പ്രോഗ്രാമിൽ ചില പ്രീ ഫിറ്റ്മെന്റ് ഉണ്ട്, പോസ്റ്റ് ഫിറ്റ്മെന്റും ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങളാണ് ഉണ്ടാക്കുന്നത്? അതെ മാഡം. ഒരു സെൻസർ ടെക്നോളജി നമ്മൾ കുറെ കാലങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് വി കോൾ EMG, ഇലക്ട്രോമയോഗ്രഫി. ഞങ്ങളൊരു പുതിയ ടെക്നിക് ഡിസ്കവർ ചെയ്തു, അതും കുറെ റിസർച്ചുകൾക്ക് ശേഷം, വിച്ച് വി കോൾ മെക്കാനോമയോഗ്രഫി. അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് മാം. അതായത് ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാ, സ്വെറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവും, പീപ്പിൾ വർക്ക് ഹാർഡ്, അതുകൊണ്ട് അവർക്ക് ഫെറ്റീഗ് ഉണ്ടാവും. ഈ സെൻസറുകൾ കൊണ്ട് നമുക്ക് ഈ പ്രശ്നം മാറ്റിവെക്കാം. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, ഈ സെൻസേഴ്സ് ഒരു സ്ട്രാപ്പ് ഉപയോഗിച്ച് രോഗിയുടെ കൈകളിലേക്ക് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടാൻ പറ്റും, വിച്ച് വി കോൾ ബ്രോഡ്ബാൻഡ്. അതേ സെയിം സെൻസേഴ്സ് തന്നെയാ നമുക്ക് പ്രോസ്റ്ററ്റിക് യൂസ് ചെയ്യാനും വേണ്ടി വരുന്നത്. ആ സെൻസേഴ്സിന്റെ ഏറ്റവും മികച്ച ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മളൊരു ഡോർബെൽ പോലെയാണ് വച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രസ് ചെയ്താൽ ഹാൻഡ് ട്രിഗർ ആകും, ഒരുപക്ഷെ വീണ്ടും പ്രസ് ചെയ്താൽ ഹാൻഡ് ഓപ്പൺ ആവും. അതിന് ഞങ്ങൾ എത്രത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുമോ അത്രത്തോളം ഒരു ഹ്യൂമൻ ഹാൻഡിന്റെ ക്ലോസ് ആയിട്ട് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് കുറെ ഗ്രിപ്പ് പാറ്റേൺസ് ചെയ്യേണ്ടി വരില്ല, പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ടായിരിക്കും അത് വർക്ക് ആവുന്നത്. നിങ്ങളുടെ R&Dയുടെ കോസ്റ്റ് എത്രയാണ്? അറൌണ്ട് 1.2 crores മാം. ഇതുവരെ നിങ്ങളുടെ റവന്യൂ എത്രയാണെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ 6 മാസക്കാലം? സർ, ഞങ്ങളുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന റവന്യൂ, അതായത് ഞങ്ങളുടെ ടോട്ടൽ റവന്യൂ ഏകദേശം 1.3 crores സർ. നിങ്ങളുടെ ഈ 1.1 അല്ലെങ്കിൽ 1.2 crore റവന്യൂ എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണോ? യെസ് സർ. സോ ഓൺ ആവറേജ് 40 ലക്ഷം നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനം എടുക്കാം. ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ
ഞങ്ങൾ വെറും 12 lakh rupeesനാണ് തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ഇയർ ബൈ ഇയർ ഏകദേശം 20% അടുപ്പിച്ച് കൂടാൻ തുടങ്ങി. ശരി. നിങ്ങളുടെ ബേൺ റേറ്റ് എത്രയാണ്? അല്ല, നിങ്ങളുടേത് പ്രോഫിറ്റബിൾ എവറി ഇയർ ആണോ അല്ലയോ? സർ, അറ്റ് ദ മൊമെന്റ് ഞങ്ങൾ 0 പ്രോഫിറ്റ് 0 ലോസിലാണ് സർ ഉള്ളത്. ബട്ട് ഞങ്ങൾ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് സർ. സോ ഞങ്ങൾക്ക് ഈ ഷോയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് മാർക്കറ്റിംഗ് പഠിച്ച് ഞങ്ങൾക്കതിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല സർ. അതിന് നിങ്ങളുടെ ഗൈഡൻസ് ഒക്കെ കുറച്ചെടുത്ത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിലൂടെ ഗ്രോ ചെയ്യണം സർ. നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് നോക്കാം. അതെ. ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. %90 ആളുകളും ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അർച്ചന, നിങ്ങളുടെ അടുത്തുനിന്ന് തുടങ്ങാം. നിങ്ങളുടെ റെസ്ട്രിക്ഷൻ പീരീഡ് ഉണ്ടല്ലോ ഈ ബിസിനസിന്റെ, അത് വളരെ വലുതാണ്. അതുകൊണ്ട് എനിക്കിത് യോജിക്കില്ല. അതുകൊണ്ട് ഞാൻ നോ പറയുന്നതിന് എന്നോടൊന്നും തോന്നരുത്. നോ പ്രോബ്ലം മാം. താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഈ ഇന്നോവേഷനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ എനിക്കിതിൽ വലിയ ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൈ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. താങ്ക് യു താങ്ക് യു. പ്രൊഫസർ സുബ്രഹ്മണ്യം, താങ്കൾ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞങ്ങളുടെ IIT മദ്രാസ് നാഷണൽ സെന്റർ ഫോർ അസിസ്റ്റീവ് ഡിവൈസസ് ഇൻക്യുബേഷൻ സെൽ, പിന്നെ ഞങ്ങളുടെ CSSRന് ഒരുപാട് വലിയ ഓഫീസുണ്ട്. അവരുടെ കൂടെ നിങ്ങൾ ചേരുകയാണെങ്കിൽ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വെൽക്കം യു ടു IIT മദ്രാസ്. ആ ഒരു കണക്ഷൻ എനിക്ക് ചെയ്തു തരാൻ പറ്റും. ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു താങ്ക് യു സർ. സർ. താങ്ക് യു. എന്നെ സംബന്ധിച്ച് ഇവിടെ ഗവൺമെന്റിന്റെ മാൻഡേറ്റ് ഉണ്ടല്ലോ. എല്ലാവരും അവരുടെ റവന്യൂയുടെ സർട്ടൻ പെർസെന്റേജ് CSR ആക്ടിവിറ്റിക്ക് വേണ്ടി ചെലവഴിതാകണം. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതാണ് ബെസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയും. ആസ് എ ബിസിനസ് എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് NGO പോലെ ഒരു കാര്യമാണ് ശരിയാവുമെന്ന് തോന്നുന്നത്. താങ്ക് യു സർ. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടതുണ്ടല്ലോ, അത് എനിക്ക് ഫിറ്റ് ആകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 20 lakhs ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ കറണ്ട് വാല്യുവേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നും 25% ലോ ആയിട്ട്. സോ ഐ വുഡ് ലീവ് ഇറ്റ് ടു യു. ബട്ട് ഐ ഡു തിങ്ക് ദാറ്റ് നിങ്ങൾക്ക് ഒന്ന് ഹഡിൽ ചെയ്ത് നന്നായി തീരുമാനിക്കേണ്ടി വരും. ഇത് എങ്ങനെയാണ് സാധാരണക്കാരിൽ എത്തിക്കുക? അവർക്കാണല്ലോ ഇതിന്റെ ആവശ്യം കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 ഓഫറുകളുണ്ട്. പ്രൊഫസർ സുബ്രഹ്മണ്യൻ സാർ നിങ്ങൾക്കൊരു ഓഫർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻക്യുബേഷൻ സെന്ററുമായിട്ട് ചേരാനുള്ള ഓഫർ. ശൈലിയും ഒരു ഓഫർ തന്നിട്ടുണ്ട്, 20 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതും നിങ്ങളുടെ കറണ്ട് വാല്യുവേഷന്റെ 25% കുറച്ച ശേഷം. നിങ്ങൾ ആരുടെ കൂടെ കൂടുന്നു? So, madam, as the Niti Aayog valuation was set up at 10 CR, your offer comes to 11.25 CR. If you are okay, can we just raise it to 12 CR? I think that's fair. Yeah, that's okay. We'll do that. Okay, ma'am. Deal done. കൊള്ളാം. 12 കോടിയുടെ വാല്യുവേഷനിൽ ശൈലി 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒപ്പം പ്രൊഫസർ സാറിന്റെ ഭാഗത്ത് നിന്നും ഇൻക്യുബേഷൻ സെന്ററും. എങ്കിൽ വരൂ, കൈ കൊടുക്കൂ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir. Thank you, sir. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്കഷൻസ് ഒക്കെ കേട്ട ശേഷം നമ്മുടെ ഓഡിയൻസിൽ ഒരുപാട് പേർക്ക് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടാവും. ലെറ്റ്സ് ഗോ ടു ദി ഓഡിയൻസ് ക്വസ്റ്റ്യൻ. നമസ്കാരം, എൻ്റെ പേര് ചാത്മാൻ ചൗധരി. എനിക്ക് അർച്ചന മാമിനോടാണ് ചോദിക്കാനുള്ളത്. മാം, ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്ന് 9 to 5 ജോബ് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. സോ അവർ ഫോളോ ചെയ്യേണ്ട ഫ്രെയിം വർക്ക് എന്താണെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇനിഷ്യലി അവർ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് എങ്ങനെയാണ് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടുന്നത്? ആദ്യമായി പറയാൻ പോകുന്നത് ആ ഫ്രെയിം വർക്കിൽ എന്താണ് പ്രധാനമെന്ന് വെച്ചാൽ
അത് തുടങ്ങാൻ പോകുന്നതാണ്. കാരണം ആരംഭിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, റൈറ്റ്? ആദ്യം ഒരു ബിസിനസ് പ്ലാൻ ആണ് ഉണ്ടാക്കേണ്ടത്. MBA പഠിക്കല്ലേ, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ എങ്ങനെ ബിസിനസ് പ്ലാൻ തുടങ്ങേണ്ടതെന്ന്. സോ ആദ്യം ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം. എന്നാൽ ഒരു കാര്യം, നിങ്ങൾക്ക് ആ ബിസിനസ് പ്ലാനിൽ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. കാരണം അത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അതൊരു എൻഡ് പോയിന്റ് അല്ല. അതായത് നിങ്ങളുടെ ബിസിനസ് വളരും തോറും പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കോളേജിലോ മറ്റോ, അതുമല്ല നിങ്ങളുടെ അയൽപക്കത്തുള്ളവരോടോ നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് ചോദിക്കാം. ആരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആയിട്ട്, പക്ഷേ നിങ്ങൾ ഈക്വിറ്റി ഒന്നും കൊടുക്കണ്ട, പണമൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് നല്ല ഐഡിയകൾ, അതായത് ബൗൺസ് അപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇത് സെറ്റാവോ ഇല്ലയോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നിങ്ങളുടെ ആദ്യ ചൂടായി കണക്കാക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഐഡിയയ്ക്ക് നിങ്ങൾക്കൊരു ഷേപ്പ് കൊടുക്കാം. ബട്ട് കമ്പനി തീർച്ചയായും രജിസ്റ്റർ ചെയ്യണം. പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി മാറ്റൂ. കാരണം LLPയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ പറ്റില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ പറ്റൂ. ഇവര് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി ചേർക്കട്ടെ. നിങ്ങൾ 9 to 5 പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞേ? ഒരു ഓൺട്രപ്രണറിന് 9 to 5 എന്നൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷമാണ് ജോലി തുടങ്ങുന്നത്. ഫോർ 24/7 ഫോർ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ ജേണിക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഫീൽഡിലേക്ക് വരാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.